മുസ്ലിം സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും കൃത്യമായ രാഷ്ട്രീയ വിവേകമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. കേവലമായ ചില വികാരങ്ങൾ, ചില സംഗതികൾ തിരികെ കയറ്റിയാൽ എല്ലാം അങ്ങ് മാഞ്ഞു പോകുമെന്നും ലാഭകരമാണെന്നും ഒക്കെ ചിന്തിച്ച ചില സംഘടനകൾക്കും ചില മുസ്ലിം പേരുകാരായ വ്യക്തികളെ കൂടി ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. സംഘടനകളെ ഓർക്കുമ്പോൾ ഓർക്കേണ്ടത് SDPIക്കാരെ തന്നെയാണ്. SDPIക്കാരാണ് വളരെ കഠിനമായ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കേരള പോലീസിലെ ന്യൂനപക്ഷ വിരുദ്ധമായ നടപടികൾക്കെതിരെ ഘോരാഘോരം ബാധിച്ചത്. അവരിൽ ഒരു കൊച്ചുകുട്ടിയെയാണ് മുദ്രാവാക്യം വിളിച്ചതിന് അത് ശരിയല്ലെങ്കിൽ പോലും എന്തോ മഹാപാപം സംഭവിച്ചതുപോലെ അവരുടെ വേരുകൾ തുരന്ന് താഴെ ഇറങ്ങി അവരെ തുരന്നെടുത്ത് പുറത്തിട്ടത്. പിന്നെ ഹർത്താൽ സമയത്ത് പിന്നാലെ കൂടി എല്ലാം കൃത്യമായി ചെയ്ത് ജപ്തി ചെയ്ത് നടപടികളെടുത്ത് എല്ലാം ഭദ്രമാക്കി പൂട്ടി എല്ലാ നേതാക്കളെയും വീടിന് പുറത്തിറക്കിയതും ഈ സർക്കാർ തന്നെയായിരുന്നു. അവരിട്ട പേരായിരുന്നു സംഘി പോലീസ്. അവരുടെ സംഘടനയിൽപ്പെട്ട ഒരാളായിരുന്നു ഫസൽ. അതിലെ പ്രതിയായിരുന്നു കാരായി രാജൻ. എന്ന് മാത്രമല്ല, ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ എല്ലാമെല്ലാം അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും വരേണ്യവർഗത്തിൻ്റെയും പിന്നാലെ പോകുന്നതിന് ഒരു മറുപടിയായി അടിസ്ഥാന വർഗത്തെ ഒപ്പം നിർത്തി മുസ്ലിം സമൂഹത്തോടൊപ്പം അരികുവൽക്കരിക്കപ്പെട്ടവരെ അരുമയായി അടുപ്പിച്ച് നിർത്തി എല്ലാം ചേർത്ത് നിർത്തി മുന്നോട്ട് പോയി എന്ന് അവകാശപ്പെട്ടിരുന്നവരായിരുന്നു SDPI. മറ്റ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയെന്നും സ്വന്തം സംഘടനയിൽപ്പെട്ടവർ പകരമായി കൊന്ന കൊലപാതകങ്ങൾക്ക് ജാമ്യം കിട്ടിയില്ലെന്നും നിലവിളിച്ചവരായിരുന്നു അവർ. മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയെ പോലെ നല്ല കരുത്തുറ്റ നേതാക്കൾ കരുത്തുറ്റ വാക്കുകൾ പല വേദികളിലും പ്രസംഗിച്ചതായിരുന്നു. പക്ഷേ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ലത്തീഫുക്ക മലക്കം മറിഞ്ഞു. കാരായി രാജനുമായിട്ട് ഞങ്ങൾക്കെന്ത് പ്രശ്നം? ഫൈസൽ വധക്കേസ് അത് വേറൊരു കേസ്. സംഘി പോലീസെന്ന് എപ്പോൾ പറഞ്ഞു? പിന്നെ ആൻറ്റി ഇൻകുംബൻസി ഭരണവിരുദ്ധ വികാരം ഞങ്ങൾ എല്ലാ തരത്തിലും അടിച്ച് താഴെയെല്ലാം ടോർച്ചടിച്ച് നോക്കിയിട്ടും അല്പം പോലും കണ്ടതേയില്ല. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി ഇടതുമുന്നണിക്ക് പിന്തുണ നൽകും. ഇടതുമുന്നണിക്കാർ പറയുന്ന ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെയും നിർത്തും. എന്നാൽ നിർത്തി മഞ്ചേശ്വരത്ത് വരെ നിർത്താൻ പോയപ്പോൾ ഒരു സമൂഹം മുഴുവൻ ഒന്നാകെ ബഹളം വെക്കുന്നത് കേട്ട് അവസാനം പിൻവലിച്ചു കൊടുത്തു. എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ആയിത്തീർന്നു. പ്രിയപ്പെട്ട SDPIയുടെ നേതാക്കളെ ഒരു കാലത്ത് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയെ പോലെയുള്ളവർ നയിച്ചപ്പോൾ അത് ചെറുതായിരുന്നെങ്കിലും ആ നിലപാടിന് ഒരു കരുത്തുണ്ടായിരുന്നു, ഒരു ശബ്ദമുണ്ടായിരുന്നു. ഇത് ആര് എവിടെ തീരുമാനിച്ച തീരുമാനമായിരുന്നു ഇത്? എല്ലാവരും വിചാരിച്ചു ഇവരെല്ലാം കൂടി പറയുമ്പോഴേക്ക് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഛിന്ന ഭിന്നമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വീണ്ടും ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ സാറിരുന്ന് ചിരിക്കുമെന്ന്. പക്ഷേ ജനം ആ ചൂണ്ടയിൽ കൊത്തിയില്ല. അത് സംഘടനാപരമായ സംഗതിയാണെങ്കിൽ ഇതിൻ്റെ ഓരം പിടിച്ച് രംഗത്ത് വന്ന മറ്റു കുറേ ആളുകളുണ്ട്. അതിൽ പ്രമുഖനായി പെട്ടെന്ന് വന്ന് ആരോമലായി ഓമനയായി തീർന്ന ആളാണ് ജവാദ് മുസ്തഫാവി. അയ്യോ ഭാവി, എന്തൊരു ബഹളമായിരുന്നു പുള്ളി കടന്നാക്രമിച്ച് VD സതീശനെയും കോൺഗ്രസിനെയും ലീഗിനെയും കടന്നാക്രമിച്ച് തനിക്കൊരു വെളിച്ചം കിട്ടിയതുപോലെ AP സുന്നി ആയിരുന്ന അദ്ദേഹം അവിടെ നടത്തിയ ചിഞ്ചല പ്രവർത്തനങ്ങളെ തുടർന്ന് പുറത്താക്കിയിരുന്നെങ്കിലും അദ്ദേഹം ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്ന കേരളത്തിലെ ചാനലുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു മഹാനായ മനുഷ്യനായി തീർന്നു. അദ്ദേഹവും വല്ലാതെ ചിന്തിച്ചു, മുസ്ലിം സമൂഹമെല്ലാം കൂടി ഒറ്റക്കെട്ടായി എൻ്റെ കൂടെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരാളായിരുന്നു മുക്കം ഉമർ ഫൈസി. അദ്ദേഹമാകട്ടെ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം കിട്ടുന്ന സന്ദർഭങ്ങളിൽ പാണക്കാട്ടെ തങ്ങന്മാരെയും ലീഗിനെയും ഒക്കെ ആക്രമിച്ച് ഈ പറഞ്ഞതുപോലെ തൻ്റെ മതേതരത്വ ഭാവങ്ങൾ തെളിയിച്ച് വേദിയിൽ പോയി നിസ്കരിച്ച് അവിടെ ബാങ്ക് വിളിച്ച് കുനൂത്തോതി ശ്രദ്ധേയനായി നിന്ന ആളുകളിലുള്ള ഒരാളായിരുന്നു. പിന്നെ അമ്പലക്കടവും മുണ്ടുപാറയും ഒക്കെ ഒളിഞ്ഞിരുന്ന് എറിഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ. നേർക്ക് നേരെ വന്ന് ഒരു സ്നേഹം പ്രകടിപ്പിക്കാനായില്ല. ഏതായാലും ഈ പറഞ്ഞ 3-4 പേർ മത്സരിക്കാതെ തന്നെ രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ നോമിനേറ്റഡ് മെമ്പർമാരായോ ഒക്കെ മാറാനിരുന്നതാണ്. പക്ഷേ സമുദായം കേട്ടില്ല. അവർക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. അവർക്കൊരു രാഷ്ട്രീയ ബോധ്യമുണ്ടായിരുന്നു.
അത് കൃത്യമായി അവർ പ്രയോഗിച്ചു. അവർ മാത്രമല്ലത്, അവർ മാത്രമായിരുന്നെങ്കിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അടക്കം ഇത്രയും വലിയൊരു റിസൾട്ട് ഉണ്ടാകുമായിരുന്നില്ല. ക്രിസ്ത്യൻ സമൂഹവും കാണിച്ചു അതിനേക്കാൾ ഉയർന്ന നിലയിലുള്ള പ്രതികരണം. അവരുടെ കൂട്ടത്തിലും കാസയും അല്ലാതെയും ഒക്കെ പല പ്രചാരവേലകളും അഴിച്ചുവിട്ടു. കേക്കും വൈനും ഒക്കെ വന്നെങ്കിലും അതെല്ലാം അവിടെ ഇരിക്കട്ടെ, ഓട്ടാണ് എന്ന് പറഞ്ഞ് അവരും വോട്ട് ചെയ്തു. ചുരുക്കത്തിൽ ഇവരെയൊക്കെ തോൽപ്പിച്ച വിജയം കൂടിയാണ് ഈ വിജയം, ജനാധിപത്യത്തിൻ്റെ വിജയം.